ഫിനിക്സ് ഫ്രണ്ട്സ് എൻ്റർടൈൻമെൻറ്റിലൂടെ ഏവർക്കും സ്വാഗതം. ഇന്ത്യ വേൾഡ് കപ്പിനുള്ള 2020 ടീമിനെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമ്മൾ വിചാരിച്ച മാറ്റങ്ങളും എല്ലാം സംഭവിച്ചിട്ടുണ്ട്. പക്ഷേങ്കിൽ അവരുടെ രാഷ്ട്രീയവും അവരുടെ ഇഷ്ടങ്ങളും അവരെന്നാലും അവർ തിരികെ കയറ്റിയിട്ടുണ്ട്. അതെന്താണ് നമുക്ക് ചർച്ച ചെയ്യാം. അപ്പം നമുക്ക് വേൾഡ് കപ്പിനുള്ള ടീമിലോട്ട് പോവാം. ടീമിൽ ക്യാപ്റ്റൻ നമ്മൾ വിചാരിച്ച ആൾ തന്നെ. വൈസ് ക്യാപ്റ്റൻ്റെ കാര്യത്തിലാണ് എനിക്ക് അത്രയൊരു താല്പര്യക്കുറവ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം അത് ഒരു രാഷ്ട്രീയമാണ്, അല്ലെങ്കിൽ ഒരു പക്ഷപാതപരമാണ്. അപ്പം ക്യാപ്റ്റൻ നമ്മുടെ സൂര്യകുമാർ യാദവ് തന്നെയാണ് ക്യാപ്റ്റനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. അതുപോലെ ഓപ്പണേഴ്സായിട്ട് നമ്മുടെ സഞ്ജു സാംസൺ നിലനിർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അഭിഷേക് ശർമ്മയാണ് സഞ്ജുവിൻ്റെ കൂട്ടാളി. ഓപ്പണേഴ്സായിട്ടുള്ള ശുഭ്മാൻ ഗില്ലിനെ ടീമിൽ നിന്ന് എടുത്ത് ദൂരെ എറിഞ്ഞിട്ടുണ്ട്. അടുത്തത് തിലക് വർമ്മയാണ് 1-1 പൊസിഷനിൽ വരിക. തിലക് വർമ്മയായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഹാർദിക് പാണ്ഡെ, അതുപോലെ ശിവം ദുബെ ഓൾറൗണ്ടറായിട്ട് ഹാർദിക് പാണ്ഡ്യയും ശിവം ദുബെയാണ് ഓൾറൗണ്ടർ സ്ഥാനത്തുള്ളത്. പിന്നെ റിങ്കു സിംഗ്, നമ്മുടെ ഫിനിഷറായിട്ട് റിങ്കു സിംഗിനെ ടീമിലോട്ട് തിരിച്ച് വിളിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ഇഷാൻ കിഷൻ, സെക്കൻഡ് വിക്കറ്റ് കീപ്പറായിട്ട് ഇഷാൻ കിഷനെയാണ് നിലനിർത്തിയിരിക്കുന്നത്. ജിതേഷ് ശർമ്മനെ ദൂരെ എറിഞ്ഞിട്ടുണ്ട്. ഓൾറൗണ്ടർമാരായിട്ട് അക്സർ പട്ടേലിനെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. വൈസ് ക്യാപ്റ്റൻ അക്സർ പട്ടേലിനെയാണ്. വാഷിങ്ടൺ സുന്ദറാണ് മറ്റൊരു ഓൾറൗണ്ടർ. പിന്നെ നമ്മുടെ ബുംറ, പേസ് ബോളിംഗ് അറ്റാക്കിൽ ബുംറ, അതേപോലെ അർഷ്ദീപ് സിംഗ്, നമ്മുടെ സീം ബൗളിങ്ങിൻ്റെ ഇന്ത്യയുടെ വാഗ്ദാനം അർഷ്ദീപ് സിംഗ്. പിന്നെ സ്പിൻ നമ്മുടെ കുൽദീപ് യാദവ്, അതേപോലെ തന്നെ വരുൺ ചക്രവർത്തി. കുൽദീപ് യാദവും വരുൺ ചക്രവർത്തിയാണ് സ്പെഷ്യലിസ്റ്റ് സ്പിന്നർമാർ. അതേപോലെ തന്നെ ഹർഷിദ് റാണ, ബൗളർ ഓൾറൗണ്ടർ എന്നൊക്കെ വേണേൽ പറയാം. ഹർഷിദ് റാണ ടീമിൻ്റെ ഇതിൽ നമ്മുടെ ഹാർദിക് പാണ്ഡ്യയാണ് ശരിക്കും പറഞ്ഞാൽ വൈസ് ക്യാപ്റ്റനായിട്ട് വരേണ്ടത്. ഹാർദിക് പാണ്ഡ്യയാണ്. അക്സർ പട്ടേൽ അത് അത്ര ശരിയുള്ള കാര്യമല്ല. റിങ്കു സിംഗ് ടീമിലോട്ട് തിരിച്ചു വന്നതിൽ ഭയങ്കര ഒരു കാര്യമാണ്. പിന്നെ അതുപോലെ ഇഷാൻ കിഷനും അർഹതപ്പെട്ട റോള് തന്നെയാണ് ഇഷാൻ കിഷനും ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ടീമിൻ്റെ മൊത്തത്തിലുള്ള വിശകലനമായിട്ട് മറ്റൊരു വീഡിയോയിലോട്ട് നമുക്ക് കാണാം. അപ്പോൾ എൻ്റെ ചാനൽ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവരുള്ള ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക. ബൈ.